I had a very satisfying life and a very good career. ഈ ജോലിനെ സംബന്ധിച്ചോളം എനിക്ക് പല സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ അവസരം കിട്ടി. ഇന്ത്യയിലും പുറത്തിലും ഞാൻ നേരത്തെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോയി. ലിബിയയിൽ പോയി, ഇറാനിൽ പോയി, ബംഗ്ലാദേശ് ഢാക്കയിൽ പോയി, നേപ്പാളിൽ പോയി, ബംഗ്ലാദേശ് കോക്സ് ബസാർ പോയി. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയും മറ്റും യൂറോപ്പ് പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ജോലിയിൽ ഞാൻ പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യേണ്ട അവസരം കിട്ടി. ഞാനൊരു സ്കൂൾ പണി ചെയ്തു. ITBPയിൽ ഞാൻ IG ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ DG എന്നെ സ്കൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ഏപ്രിൽ മാസത്തിൽ പറഞ്ഞത് 1 ജൂലൈന് ഇത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. 3 മാസത്തിന്റെ ഉള്ളിൽ ഞാനൊരു സ്കൂൾ റെഡിയാക്കി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞ് 2013 അവിടെ പിന്നെ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായി ഉത്തരാഖണ്ഡിലെ. അതിലെ എല്ലാ ധർമ്മസ്ഥലങ്ങൾ തകർന്നു പോയി. കുറെ പിൽഗ്രിംസ് അതിന്റെ അടിയിൽ മരിച്ചുപോയി, കുറച്ചൊക്കെ സ്റ്റക്കായി പോയി. അതിന് ഞാനുണ്ടായിരുന്ന ആ ബലത്തിന്റെ ആൾക്കാരെ ITBPയുടെ എല്ലാവരും ഓടിപ്പോയി രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് അയച്ചതാണ്. അപ്പോൾ ആ കാര്യത്തിന് അദ്ദേഹം ഫിലിം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ ഫിലിം ഉണ്ടാക്കി. ഫിലിം ഉണ്ടാക്കാൻ സമയത്ത് അതേ പറഞ്ഞു ഇതിന് സെലിബ്രിറ്റിയുടെ വോയിസ് ഓവർ വേണമെന്ന്. അപ്പോൾ എൻ്റെ ഇതോളം അമിതാഭ് ബച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാരണം അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ശരി അമിതാഭ് ബച്ചനെ എടുക്കാമെന്ന്. പക്ഷേ അത് കിട്ടണമെന്നില്ലല്ലോ. ബട്ട് വി ട്രൈഡ് ആൻഡ് ഹി വെരി ഗ്രേസ്ഫുള്ളി അഗ്രീഡ്. സോ ഐ മേഡ് 2 ഫിലിംസ് വിത്ത് അമിതാഭ് ബച്ചൻ, 1 in ഹിന്ദി, 1 in ഇംഗ്ലീഷ്. അപ്പോൾ ഇതിനെ ചൊല്ലി ഇവിടെ കഴിഞ്ഞ മാസം നമ്മുടെ HM അദ്ദേഹം നമ്മുടെ ഓഫീസ് സന്ദർശിച്ചു. കുറെ ഞങ്ങൾ മാറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. അതിലദ്ദേഹം അറിഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഫിലിം ITBPക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് ഈ സ്ഥലം വിടുന്നതിന് മുമ്പേ ഇവിടുത്തെ ഫിലിം കൂടി ഉണ്ടാക്കിയിട്ട് വേണം പോവുക. അതാണ് ഞാൻ ഈ ഫിലിം കൂടെ ഉണ്ടാക്കിയതാണ്. ഈ ഭാഗ്യം കൊണ്ട് പൂർത്തിയായി. പിന്നെ മിസ്റ്റർ മോഹൻലാൽ വാസ് സോ ഗ്രേഷ്യസ്. ഈവൻ ദോ ഹി വാസ് ഔട്ട് ഓഫ് ദ കൺട്രി, ഹി കോപ്പറേറ്റഡ് ആൻഡ് ഹി ഗേവ് us this small bit to encourage us. സാധാരണ മറ്റേതൊരു സർവീസാണ് ഒരുപാട് പരാതി ഉയരുന്നതാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരാതി കുറവുള്ള ഒരു സർവീസാണ് ഫയർ ആൻഡ് റെസ്ക്യൂ. അത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ച ഒരു സർവീസ് കൂടെ. അപ്പോൾ അവിടെ നിന്ന് വിരമിക്കുമ്പോൾ എന്താ പറയാനുള്ളത്? എനിക്ക് ഇവിടെ വിരമിക്കാൻ സന്തോഷം തന്നെയാണ്. ഈ മേഖലയിൽ ഞാൻ ഇതുവരെ ജോലി നോക്കില്ലായിരുന്നു. ഇവിടെ ജോലി നോക്കാൻ കിട്ടിയപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി. പിന്നെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. AIയും GISും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഞങ്ങൾ ആവശ്യമായിട്ട് ഇതിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ വാഹനങ്ങൾ വരുന്നുണ്ട്. മന്ത്രി അദ്ദേഹം കൂടെ പറഞ്ഞ്. സോ എ ലോട്ട് ഓഫ് മോഡേണൈസേഷൻ ഇസ് ഗോയിങ് ഓൺ. തന്നെയല്ല നമ്മുടെ ടോപ്പോഗ്രാഫി ചേഞ്ച് ആവുകയാണ്. ഒത്തിരി ഹൈ റൈസ് ബിൽഡിങ്സ് വരണമുണ്ട്. പിന്നെ ഡെൻസിറ്റി കൂടുന്നുണ്ട്. അടുത്തടുത്ത ബിൽഡിങ്സ് വരുന്നത് പട്ടണങ്ങൾ അർബനൈസേഷൻ കൂടുതൽ വരണമുണ്ട്. പിന്നെ കുറച്ച് ഹെസർഡസ് വേസ്റ്റിന്റെ ഇഷ്യൂ കൂടെ ഉണ്ട്. ഹെസർഡസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഉണ്ട്. സോ അവർ ചാലഞ്ചസ് ആർ ഇൻക്രീസിങ്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങും മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉപകരണങ്ങൾ പുതിയതായിട്ട് മോഡേണൈസ് ആയിട്ടുള്ള വാങ്ങേണ്ട ആവശ്യമുണ്ട്. അത് ആ പാതയിൽ ഞങ്ങൾ പോവുകയാണ്. കുറച്ച് സമയങ്ങളും കാണും. ഓക്കെ, അത് നോക്കാം. ഇപ്പോൾ വരട്ടെ. ഇപ്പോൾ റിട്ടയർമെന്റ് ആയില്ലല്ലോ.